സംസ്ഥാനത്ത് അതിശക്തമായ മഴയും കാറ്റും തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നാളെ മുതൽ അടുത്ത 3 ദിവസവും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ ശക്തമാകുമെന്ന് അറിയിപ്പുണ്ട്. കടലിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതുകൊണ്ട് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് പോകരുത് എന്ന് പറയുന്നു. നമ്മുടെ പൊതുവെയുള്ള കാലാവസ്ഥയുടെ റിപ്പോർട്ടുമായി തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് ചേരുകയാണ്. അതേസമയം എല്ലാവർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. മൈ ഡിയർ ഗായ്സ്, പറയൂ അലക്സ് റാം മുഹമ്മദ്, എന്താണ് പൊതുവെയുള്ള ഒരു വിവരം? തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി ഈ 3 ജില്ലകളിലൊക്കെ കോരിച്ചൊരിയുന്ന മഴ പെയ്യുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പറയും. ഗുഡ് ഈവനിങ്. എസ് സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഏറ്റവും പ്രധാനം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയും കാറ്റും ഇന്ന് തുടരാൻ സാധ്യതയുണ്ട്. അടുത്ത ദിവസങ്ങളിലാകട്ടെ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ശക്തമായ മഴ അടുത്ത ബുധനാഴ്ച വരെ തുടരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിരുന്നത് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അങ്ങനെ വെൽ മാർക്ക്ഡ് ഡിപ്രഷനായി അത് ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങൾക്ക് മുകളിലാണ് ഈ തീവ്ര ന്യൂനമർദ്ദമുള്ളത്. ഇതിൻ്റെ സ്വാധീനത്തിൽ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രഭാവത്താൽ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ ഒരു ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ സംസ്ഥാനത്തെ കാലവർഷക്കാറ്റ്, വടക്കൻ കാറ്റും ശക്തി ആർജിച്ചിട്ടുണ്ട് ഇതുമൂലം. അതാണ് സംസ്ഥാനത്ത് കാലവർഷം ഇങ്ങനെ സജീവമായി നിൽക്കാൻ കാരണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇന്നെന്താണെങ്കിലും രാത്രി വൈകിയും സംസ്ഥാനത്തെ പലയിടങ്ങളിലും മഴ കനത്തു തന്നെ പെയ്യാൻ അല്ലെങ്കിൽ തുടരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. 14 ജില്ലകൾക്ക് മഴ മുന്നറിയിപ്പുണ്ട്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ അതിതീവ്ര മഴ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഈ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത ജാഗ്രത ആ മേഖലകളിൽ തുടരണം. പലയിടങ്ങളിലും വെള്ളക്കെട്ടും അതുപോലെ മണ്ണിടിച്ചിലും അതുപോലെ ഉരുൾപൊട്ടൽ സാധ്യതയൊക്കെ പലയിടങ്ങളിലുമുണ്ട്. അതിനാൽ കർശനമായ ജാഗ്രത, ഒരു മലയോര ജില്ലകൾ കൂടിയുണ്ട് ആ പ്രദേശങ്ങളിൽ. അതിനാൽ കർശന ജാഗ്രത തുടരണം. പത്തനംതിട്ട, കോട്ടയം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ് ഓറഞ്ച് അലേർട്ട്. ഈ തീവ്രമായ മഴ അല്ലെങ്കിൽ അതിതീവ്ര മഴ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ 20 സെൻറ്റിമീറ്ററിന് മുകളിൽ മഴയ്ക്കും, ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ 11 മുതൽ 20 സെൻറ്റിമീറ്റർ വരെ മഴയ്ക്കും, അതുപോലെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ച ജില്ലകളിൽ 7 മുതൽ 11 സെൻറ്റിമീറ്റർ വരെ മഴയ്ക്കുമാണ് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലാണ് ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഈ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാളെയാകട്ടെ എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ യെല്ലോ മുന്നറിയിപ്പുണ്ട്. അതായത് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും നാളെയും മഴ തുടരും. തൊട്ടടുത്ത ദിവസങ്ങളിൽ അത് വടക്കൻ കേരളത്തിലേക്കായി ആ മഴ അങ്ങനെ മാറും എന്നുള്ളതാണ്. ഇന്നും ഇന്നലെയുമൊക്കെയായി തെക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട മലയോര മേഖലയിലുമൊക്കെ അതിശക്തമായ കാറ്റ് വീശിയിരുന്നു. ആ കാറ്റിപ്പോൾ വടക്കൻ കേരളത്തിലും അതുപോലെ മധ്യ കേരളത്തിലും മലയോര മേഖലയിലുമൊക്കെ അതിശക്തമായ കാറ്റ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ ഈ അതിശക്തമായ കാറ്റ് മൂലം മരങ്ങൾ കടപുഴകി വീണുകൊണ്ടുള്ള അപകടങ്ങൾ ആ മേഖലയിൽ കാര്യമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ കർശനമായ ജാഗ്രത ആ മേഖലയിൽ തുടരണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. അതിനിയും ആ കാറ്റ് ശക്തമായി തന്നെ മണിക്കൂറിൽ പരമാവധി 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിലോ ചില അവസരങ്ങളിൽ അത് 70 കിലോമീറ്റർ വരെ വേഗതയിലോ ആ കാറ്റ് വീശാൻ പലയിടങ്ങളിലും, അതായത് കരഭാഗത്ത് വീശാൻ സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പുണ്ട്. അതാണ് ഈ മിന്നൽ ചുഴലിയടക്കം പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെട്ടതും അപകടങ്ങൾ സൃഷ്ടിച്ചതും. അതിനാൽ കർശന ജാഗ്രത തുടരണം. തീരമേഖലയിലും ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടലിൽ ശക്തമായ കാറ്റിനും അത് 70 കിലോമീറ്ററിന് മുകളിൽ വരെ വേഗതയിലെ ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യത നിലനിൽക്കുന്നു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അത് തീരമേഖലയിൽ പൊതുവെ ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ട്. വടക്കൻ കേരളത്തിൽ പ്രത്യേക ജാഗ്രത തുടരണം. മാത്രമല്ല കേരളത്തിലെ പ്രധാനപ്പെട്ട നദികളിൽ കേന്ദ്ര ജല കമ്മീഷൻ പ്രളയ സാധ്യതാ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. താങ്ക് യു അലക്സ് റാം മുഹമ്മദ്.